2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് ഫ്രണ്ട് ഭാഗത്ത് ടക്സ് കൊടുക്കണം. അതിന് സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ടക്സ് ഇട്ട് കൊടുക്കാം. 2 വശത്തും ഇതുപോലെ ഒരു ടക്സ് ഇട്ട് കൊടുക്കാം. ഈ ഭാഗത്തും ഇതുപോലെ ഒരു 4 ഇഞ്ച് മാറ്റിയിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ടക്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കറക്റ്റായിട്ട് സൈഡ് ഭാഗം എല്ലാം വെച്ച ശേഷം അതുപോലെ താഴത്തെ ഭാഗം ലെങ്ത്ത് വരുന്ന ഭാഗവും കറക്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതുപോലെ മടക്കി നോക്കാം. താഴെ വരെ മടക്കിയിട്ട് ഈ ഭാഗത്ത് കൂടുതലായിട്ട് വരുന്ന ഒരു 0.5 അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഫ്രണ്ട് ഭാഗം മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിലെ പീസുകൾ തമ്മിൽ 2 പീസുകളും തമ്മിൽ ക്രോച്ചിൻ്റെ ഭാഗം കൂട്ടി തയ്ച്ച് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ അരവണ്ണം എത്രയാണെന്ന് നോക്കാം. ബാൻഡ് വരുന്ന ഭാഗമാണത്, 22 ഇഞ്ചാണ് വരുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് സ്റ്റിഫ് ക്യാൻവാസിൻ്റെ ബെൽറ്റാണത്. ഇത് നമുക്ക് ആ ബാൻഡ് 22 ഇഞ്ചസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടിൽ ബാൻഡിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിഫ് അയൺ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. 22 ഇഞ്ച് നീളമുണ്ട്. ഇതിൻ്റെ മീതയിലായിട്ട് സ്റ്റിഫ് വെച്ച ശേഷം അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡ് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കാം. സൈഡ് ഒരു വശത്ത് തയ്യൽ തുമ്പ് അരയിഞ്ച് കൂടുതലായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ തുണി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മടക്കി അകത്തേക്ക് വെച്ച ശേഷം തയ്ച്ചെടുക്കാം. ഞാനിവിടെ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ബാൻഡാണിത്. ഇനി നമുക്ക് ഈ ബാൻഡിലേക്ക് വെച്ച് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തയ്യൽ വരുന്ന ഭാഗം ഉൾഭാഗം ഇതുപോലെ വെച്ച ശേഷം കൂടുതലായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ടില്ലേ, ആ ഭാഗം അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. ജോയിൻ ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചെടുക്കാം. ഇതുപോലെ തിരിച്ച് മടക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. സൈഡെല്ലാം കൂടുതലുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് വശത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വണ്ണം എത്രയാണെന്ന് 27 ഇഞ്ചസ് നമ്മൾ അളന്ന് നോക്കി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിന് മടക്കി തയ്ച്ച് കഴിയുമ്പോൾ 1/2 ഇഞ്ച് വീതം 2 വശത്തേക്കും തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ വീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ നല്ല വശത്ത് വെച്ച ശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 14 ഇഞ്ചാണ് ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കുന്നത്. ഞാനിവിടെ 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഇലാസ്റ്റിക് ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുത്ത ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് മടക്കി തയ്ച്ചെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മടക്കി തയ്ച്ച ശേഷം അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കാം. 2 തരത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഇലാസ്റ്റിക് സൈഡിൽ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല ഭാഗം എടുത്ത് അതിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ആ ബെൽറ്റിൻ്റെ ഭാഗങ്ങൾ ആ തയ്യൽ വരുന്ന ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഇതുപോലെ വെക്കാം. എന്നിട്ട് ഇതുപോലെ ഇലാസ്റ്റിക്കും കൂടി കൂട്ടി ചേർത്ത് വെച്ച ശേഷം മടക്കി ഇതുപോലെ ബാക്ക് ഭാഗത്തേക്ക് മടക്കണം. ഇതുപോലെ സൈഡ് 1/2 ഇഞ്ച് അകത്തേക്ക് നീക്കി സൈഡ് ഭാഗം ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. താഴെ വരെ തയ്ച്ചെടുക്കാം. ഇലാസ്റ്റിക് വെക്കാതെ നമുക്ക് തയ്ക്കാം. ഇപ്പോൾ ഞാനിത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഇലാസ്റ്റിക് വെക്കാതെയാണ് അതുപോലെ മറിച്ച് തയ്ച്ചെടുത്തത്. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് തിരിച്ചെടുക്കാം. ഇനി അടുത്ത സൈഡും ഇതുപോലെ തന്നെ ആ സ്റ്റിച്ച് വരുന്ന 2 ബെൽറ്റിൻ്റെയും സ്റ്റിച്ചിങ് വരുന്ന ഭാഗം ഇതുപോലെ വെച്ചിട്ട് മറുഭാഗത്തേക്ക് മടക്കി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് സൈഡ് ഭാഗം കൂട്ടി തയ്ച്ചെടുക്കാം. ഇതും ഇതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് താഴെ വരെ തയ്ക്കണം. സൈഡ് ഭാഗം താഴെ വരെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ സൈഡ് ഇതുപോലെ ക്ലോസ് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിന് ഇതുപോലെ പുറത്തേക്ക് തിരിച്ച് മറിച്ചെടുക്കാം. അപ്പോൾ ആ സ്റ്റിച്ച് അതിൻ്റെ അകത്ത് പോകും. ബാക്കിൽ ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇലാസ്റ്റിക് ആദ്യം വെച്ച് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്ച്ചതിന് ശേഷം അകത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കാം. ഈ സൈഡിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് അകത്തൊന്ന് വെച്ച് തയ്ച്ച് ഒരു സ്ക്വയറായിട്ടൊന്ന് തയ്ച്ച് വെച്ചതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്ത് തയ്ച്ചെടുക്കാം. എങ്ങനെയാണ് ഇലാസ്റ്റിക് വെക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതുപോലെ ആ സൈഡിൽ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച ശേഷം മടക്കി വയ്ക്കാനുള്ള ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു സ്ക്വയർ സ്റ്റിച്ച് കൊടുക്കാം. നന്നായിട്ട് ഉറപ്പിച്ച് നിർത്താം. സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കാം. ഇലാസ്റ്റിക് അവിടെ നിന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഇനി മറുവശവും ഇതുപോലെ തന്നെ ഇലാസ്റ്റിക് ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് സൈഡിൽ യോജിപ്പിച്ച ഭാഗത്ത് ഫിക്സ് ചെയ്ത് നിർത്താം. ഇനി നമുക്ക് അകത്തേക്ക് മടക്കി തയ്ക്കാനുള്ള ഭാഗം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുത്ത് കറക്റ്റായിട്ട് നേരെ വെച്ചതിന് ശേഷം തയ്ച്ചു കൊടുക്കാം. ഇലാസ്റ്റിക് ഉള്ളിൽ പോകുന്ന രീതിയിൽ, ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വരാത്ത രീതിയിലുമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇലാസ്റ്റിക്കിന് കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെ ഫ്ലീറ്റ്സ് കൊടുത്ത ശേഷം നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഒന്ന് നേരെ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തേക്കാം. ഇലാസ്റ്റിക് ഒന്ന് മറിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ മീതയിൽ നീളത്തിൽ വെച്ചിട്ട് വലിച്ചു പിടിച്ചടിക്കുന്നില്ല. പകരം ഇതുപോലെ ഒന്ന് നടുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യണത്, മടങ്ങി പോകാതിരിക്കാനായിട്ട്.
അപ്പോൾ അതുപോലെ ഇടയ്ക്ക് 1 2 3 സ്റ്റിച്ചായാലും കൊടുത്താൽ നന്നായിരിക്കും, മറിഞ്ഞു പോകാതിരിക്കാൻ. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ചുരുക്ക് കൊടുക്കണം. ഇനി നമുക്ക് താഴെ ഭാഗവും ഒന്ന് മടക്കി തയ്ക്കാനുണ്ട്. അപ്പോൾ അത് 2 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കി തയ്ച്ച ശേഷം ക്രോച്ചിൻ്റെ ഭാഗം സൈഡ് ഭാഗമെല്ലാം ക്ലോസ് ചെയ്ത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.